ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഭാനിസ് ക്രിയേഷനിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇന്നല്ല നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നായി, പക്ഷേ എൻ്റെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ്. കാരണം ഞാൻ 11 വർഷമായി സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം 2-3 ഡേയ്സ് ട്രിപ്പ് പോകാൻ പോവാണ് നമ്മുടെ സ്കൂളിൽ നിന്ന്. സ്റ്റഡി ടൂർ 1 ഡേ പോയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് 2 ഡേ 3 ഡേ പോകണം. അപ്പോൾ അതിൻ്റെ ബാക്ക് പാക്കിംഗ് ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഈ ഒരു ബാഗാണ് ഞാൻ കൊണ്ടുപോകാൻ പോണത്. പിന്നെ ഈ ഒരു ഹാൻഡ് ബാഗും കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ ബസ്സിൽ ഡിക്കിക്കകത്തായിരിക്കും വെച്ചേക്കുന്നത്. ഇതാണ് നമ്മളെപ്പോഴും ക്യാരി ചെയ്യണം. അപ്പം ഫസ്റ്റ് ഞാൻ ഈ ബാഗിൽ പ്രിപ്പയർ അല്ല, ഈ ബാഗിൽ നമുക്ക് സാധനങ്ങൾ എടുത്ത് വയ്ക്കാം ഗൈസ്. ഫസ്റ്റ് ഞാനാണെങ്കിൽ ഈ ഒരു ബാഗി പാൻറ്റും പിന്നെ ഈ ഒരു ഈ ഒരു ഷർട്ടും പിന്നെ ഈ ഒരു ടാങ്ക് ടോപ്പുമാണ് വയ്ക്കാൻ പോണത്. നമുക്കിത് വയ്ക്കാം. പിന്നെ ഞാൻ നേരത്തെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു സ്ഥലം വരെ പോകണുണ്ട്, അതിന് കുറച്ചുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാൻ പോകണമെന്ന്. അതിതാണ് കേട്ടോ. നമുക്ക് കുറച്ച് നൈറ്റ് ഡ്രസ്സ് വയ്ക്കാം, കുറച്ച് പാൻറ്റും ടീഷർട്ടും. ഇത്രയാണ് നമ്മൾ നൈറ്റ് ഡ്രസ്സായിട്ട് വയ്ക്കാൻ പോണത്. ഞാൻ പോകാൻ പോണ സ്ഥലം പറഞ്ഞില്ലല്ലോ, അത് ഞാൻ പറയത്തില്ല, ഞാൻ വ്ളോഗിൽ കാണിച്ചു തരാം. പിന്നെ ഇത് നൈലോൺ ഡ്രസ്സാണ്, ഇത് വണ്ടർലായിൽ ഇടാനാണ്. നമുക്ക് തോർത്ത് വയ്ക്കാം. പിന്നെ ഞാനൊരു സ്ഥലം പറഞ്ഞു അറിയാതെ, അത് ബാക്കി സ്ഥലം നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ ഗൈസ്. ഇതാണെങ്കിൽ ഞാൻ വണ്ടർലായിൽ പോകുമ്പം തലയിൽ വെള്ളം നനയാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെക്കുകയാണ്. ഇത് ഇടോ ഇല്ലേന്ന് അറിഞ്ഞുകൂടാ. ഇത് നമുക്ക് ഫ്രണ്ടിലത്തെ അറയിൽ വെക്കാം. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു അറയിൽ. പിന്നെ ഈ തോർത്ത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പക്ഷേ ഇതൊക്കെ നമുക്ക് എമർജൻസി ആയിട്ടുള്ള സാധനമായിട്ട് നമുക്ക് ഫ്രണ്ടിൽ വയ്ക്കാം. പിന്നെ ബെൽറ്റ്, അതും നമുക്ക് ഇവിടെ തന്നെ ഫ്രണ്ടിൽ വയ്ക്കാം. പിന്നെ ഇതൊരു കുഞ്ഞറയാണ്, പക്ഷേ ഇതുണ്ട് നല്ല ഇതുണ്ട്. എനിക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഭയങ്കര നല്ല ലൈക്ക് ഇത് പ്രൈസിന് ഭയങ്കര വേർത്താണ്. പിന്നെ വേറെ ഗൈസ്, ഞാനിവിടെ 2 ജാക്കറ്റ് കൊണ്ടുപോകുന്നുണ്ട്. ഒന്ന് ഇത്തിരി കട്ടിയും വലുതും ഉള്ളതാണ്. അടുത്തത് ഒരു കുഞ്ഞ് രാത്രിയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ജാക്കറ്റ്. അപ്പോൾ ഡ്രസ്സെല്ലാം ഏകദേശം വച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞ് പൗച്ചിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അത്ര വലുതായിട്ടൊന്നും ഇല്ല. ഇത് എൻ്റെ അലർജിക്കുള്ള ഒരു ക്രീം. പിന്നെ ഇത് മൗത്ത് അൾസറിൻ്റെ ഒരു ക്രീമാണ്. വായിലിങ്ങനെ തണുപ്പ് ചൂട് അങ്ങനത്തെ കാലാവസ്ഥയ്ക്ക് വരുമ്പോൾ പെട്ടെന്ന് വരും. പിന്നെ ഒരു 4 ടിക് ടാക് ക്ലിപ്പ്, പിന്നെ ഒരു സോപ്പ്, പിന്നെ ഒരു പേസ്റ്റ്, പിന്നെ ഒരു കുഞ്ഞ് ഐലൈനർ, പിന്നെ ഇത് ഹിമാലയയുടെ ഒരു ഫേസ് വാഷ്, പിന്നെ കുറച്ച് ടിഷ്യൂ, ഒരു ബണ്ണുണ്ട്. ഒരു ബണ്ണ് അവിടെ ടേബിളിൽ പുറത്തിരിക്കണം, അതും കൂടെ എടുത്ത് വയ്ക്കണം. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ചീപ്പ്, പിന്നെ ഒരു കുഞ്ഞത്തർ. ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇത് ഞാൻ തിരിച്ചെടുത്ത് വെച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഞാൻ തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിനകത്തോട്ട് വയ്ക്കാം. അങ്ങനെ അടുത്ത ചാർജർ വയ്ക്കാൻ പോവാണ്. ഞാനിവിടെ ഒരു കുഞ്ഞ് പേപ്പറിൽ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം വെച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെട്ടി പോകുന്നുണ്ട്. അപ്പം ഈ ബാഗിൻ്റെത് ഏകദേശം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗായ്സ്, അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ബാഗിലാണ് പാക്ക് ചെയ്യുമ്പോൾ, നമ്മുടെ ഹാൻഡ് ബാഗിൽ. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ലൈക്ക് ഒരു കുഞ്ഞ് പൗച്ച് വയ്ക്കുന്നുണ്ട്. അതിൽ തുമ്മൽ അങ്ങനത്തെ പനി ഇതിൻ്റെയൊക്കെ മരുന്ന്, ഒരു സാനിറ്റൈസർ, പിന്നെ ഒരു ടിഷ്യൂ, പിന്നെ കുറച്ച് കോയിൻസ്, പിന്നെ പൈസ, അങ്ങനത്തെ പിന്നെ ജസ്റ്റ് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം. ബാക്കിയൊക്കെ ഞാൻ അതിനകത്താണ് വെച്ചേക്കണത്. പിന്നെ അമ്മയാണെങ്കിൽ ഒരു കുഞ്ഞ് നോട്ട്ബുക്ക് എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു. ഒരു കുഞ്ഞ് നോട്ട്ബുക്കും ഒരു പെന്നും, കുറച്ച് കവറുകൾ. വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഈ ഒരു വലിയ കവറും കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വലിയ കവറും ഇത്രയും കുറച്ച് കവറെടുത്ത്, ഈ വലുത് ഞാൻ ആ ബാഗിലാണ് വയ്ക്കുന്നത്. നമുക്കത് മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്ത് വയ്ക്കാം. പിന്നെ ഇതൊരു കുഞ്ഞ് ഹാൻഡ് ബാഗാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാനിത് തുറന്ന് കാണിക്കുന്നില്ല, പക്ഷെ മടക്കാൻ കുറച്ച് പാടാണ്. ഇനി കുറച്ച് സാനിറ്ററി നാപ്കിൻ. അത് നമുക്ക് ഇതിനെന്താ പറയുന്നത്, ഹെഡ് മാസ്ക് എന്നോ അങ്ങനെ എന്തോ ആണ് പറയണത്. അപ്പം അതും ഞാൻ ഈ ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പഞ്ഞിയാണ്. ഇത് ഞാൻ അതിനകത്ത് വയ്ക്കേണ്ടതാണ്, മറന്നുപോയി. നമ്മൾ സൈഡിലോട്ട് വയ്ക്കാം. പിന്നെ ബ്രഷ് ഞാൻ ഫുള്ളും എടുക്കണില്ല, ഇതിൽ നിന്ന് ഒരു ബ്രഷ് എടുക്കും. ഇപ്പോൾ എടുത്ത് വയ്ക്കാത്തതെന്ന് വെച്ചാൽ എൻ്റെ ബ്രഷിന് അടപ്പുണ്ട്. അപ്പോൾ ആ അടപ്പും കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് എനിക്ക് എടുത്ത് വയ്ക്കാം, അതുകൊണ്ടാണ്. ഫ്രണ്ടിലത്തെ അറയിലുള്ളത്, ഞങ്ങൾ ഫ്രണ്ടിലല്ല സൈഡിലത്തെ അറയിൽ
ഒരു ഇൻഹേലറ്, പിന്നെ 2 കർച്ചീഫ്, ID കാർഡ്, പിന്നെ ഒരു കണ്ണാടി. ഇത്രയാണ് ഞാൻ ഈ ഒരു സൈഡിൽ വയ്ക്കുന്നത്. പിന്നെ സ്നാക്സും കൂടെ വയ്ക്കാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം വെച്ച് കഴിഞ്ഞാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇനി നമുക്ക് സ്നാക്സും വാങ്ങാൻ പോവാം. അങ്ങനെ ഗൈസ് ഞാൻ സ്നാക്സൊക്കെ മേടിച്ചിട്ട് വന്നു. ഇതിനകത്താണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിനകത്ത് എടുത്ത് വയ്ക്കാം. ഞാൻ അച്ചപ്പം, പിന്നെ ഒരു കുഞ്ഞ് ചിപ്സ്, പിന്നെ ഈ ഒരു മംസിൻ്റെ ഈ ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റ്, പിന്നെ ഈ ഒരു ഐഡാൻസിക്ക്. ഗൈസ് നമുക്കിനി മാസ്ക് വയ്ക്കാം. മാസ്ക് ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, ലൈക്ക് കറുത്ത അങ്ങനത്തെ ഏതെങ്കിലും സർജിക്കൽ അല്ലാത്തതാണ്, പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ബാൻഡേജ് വയ്ക്കാം. ഇത് ഗൈസ് നമുക്കിനിയാണെങ്കിൽ ഈ ബബിൾ ഗം ഇങ്ങനത്തെ ലൈക്ക് മിക്സ് മുട്ടായി ഇതൊക്കെ നമുക്ക് ഇതിനകത്തിടാം. ഞാൻ സെൻറ്റർ ഫ്രഷ്, ഒരു ബൂമർ ഇവിടെ ഉണ്ടായിരുന്നു, അതും പിന്നെ കുറച്ച് വിക്സ് മുട്ടായി നേടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് സെറ്റായി. ഇതിന് നമുക്കത് അടയ്ക്കാം. പിന്നെ അച്ചപ്പം ഓരോന്നിട്ടിങ്ങനെ ലൈക്ക് സ്ഥലം അനുസരിച്ച് ഇത് വയ്ക്കാം. ഇതൊക്കെ ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ വയ്ക്കുകയാണ്. പിന്നെ ഹെഡ്സെറ്റ്, ഞാൻ ഇവിടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് എടുക്കുന്നത്. ബാക്കിയെല്ലാം എടുത്തു വെച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇനി ഞാൻ രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അപ്പം ഞാൻ ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയിട്ട് ബസ്സിൽ ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പം കുറച്ച് ഗ്രേപ്സും കുറച്ച് ഓറഞ്ചും കൊണ്ടുപോകുന്നുണ്ട്. നമ്മളവിടെ എത്തുമ്പോൾ കുറച്ച് ടൈം അപ്പം അതിനുവേണ്ടി കഴിക്കാൻ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ വ്ലോഗ് എടുക്കുന്നുണ്ട്, അപ്പോൾ അതിൽ കാണിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.